കേരളത്തിലെ UDF പിന്തുണക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തിനെതിരെ പോരാടാൻ തമിഴ്നാടിനെ കൂട്ടുപിടിക്കാം. ഏറെക്കുറെ സ്റ്റാലിന്റെയും പിണറായിയുടെയും ആശയങ്ങൾ ഒരുപോലെയാണ്. പിന്നെ എന്തിനു മടിക്കണം? കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ ഫെബ്രുവരി 8-നാണ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ജനകീയ പ്രതിരോധത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണപത്രം വ്യവസായ മന്ത്രി P. രാജീവ് ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ധനപരമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തെ യോജിച്ച് എതിർക്കേണ്ടതാണെന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ സ്റ്റാലിൻ പറഞ്ഞു. കേരളം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിശദാംശങ്ങൾ സ്റ്റാലിനെ മന്ത്രി P. രാജീവ് ധരിപ്പിച്ചു. തൊട്ടടുത്ത അയൽ സംസ്ഥാനം തന്നെ കേരളത്തിന് കട്ട സപ്പോർട്ടുമായി രംഗത്തിറങ്ങിയാൽ അത് ഗുണം ചെയ്യുന്നത് പിണറായി സർക്കാരിനാണ്. കേന്ദ്രം പല ഫണ്ടും തടഞ്ഞുവെച്ച് കേരളത്തോട് പ്രതികാരം ചെയ്യുകയും സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് പിണറായി സർക്കാരിന്റെ വാദം. സമരത്തിന് ആദ്യം ക്ഷണിച്ചത് കേരളത്തിലെ പ്രതിപക്ഷത്തെയായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതിപക്ഷം നോ പറഞ്ഞു. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എതിരാളി ഒരാളാണെങ്കിലും അങ്ങനെ പിന്തുണച്ച് സർക്കാർ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കേണ്ട എന്നതാണ് UDF തീരുമാനം. എന്നാൽ സ്റ്റാലിൻ വരുന്നതോടെ കളി മാറുകയാണ്. സ്റ്റാലിൻ സർക്കാരിനോടും കേന്ദ്രം കടുത്ത വിവേചനമാണ് നടത്തുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾക്കുമുള്ള ഗവർണർമാർ ഒരുപോലെ സർക്കാരിന്റെ തലവേദനയാണ്. കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനും തമിഴ്നാട്ടിലെ RN രവിയും ഒരുപോലെയാണ്. രണ്ട് ഗവർണർമാരും പല ബില്ലുകളും തടഞ്ഞു വെച്ചിരുന്നു. അതിനിടെ ഗവർണർക്കെതിരെ സ്റ്റാലിൻ സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു. രണ്ട് സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരാകട്ടെ BJP ചായവുള്ളവരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഒരേപോലെ അഭിമുഖീകരിക്കുന്നുണ്ട് കേരളവും തമിഴ്നാടും. ഇനി കാണാൻ പോകുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രതിരോധമാണ്. സ്റ്റാലിനും പിണറായും ചേർന്നാൽ കേന്ദ്രം കുലുങ്ങുമെന്ന് കണ്ടറിയണം.